ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. എല്ലാ പ്രേക്ഷകർക്കും റംലാൻ മുബാറക്. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശ്വാസികൾ ആത്മജ്ഞാനത്തിന്റെ പടിയേറി സമർപ്പണ ഭാവത്തോടെ ആത്മസംശുദ്ധി കൈവരിക്കുന്ന വിശുദ്ധ റംലാൻ മാസം പിറവിയെടുത്തു. ഇനി ദാനധർമ്മങ്ങളിലൂടെ നാം ദൈവസമക്ഷത്തിലേക്ക് അടുക്കുന്ന പുണ്യദിനങ്ങൾ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നാസിറ. എവിടെ നിന്നാണ്? വലിയ പറമ്പ്. നാസിറ, ഓക്കെ. എന്താ ചെയ്യുന്നേ? പഠിക്കാണ്. എന്താ പഠിക്കുന്നേ? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ടിടിസി. ഓക്കെ. അപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ ജോലിക്കായിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ തുടങ്ങും അല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും ഹസ്ബൻഡ് 3 മക്കളും. ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് നാട്ടിലെ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. മക്കളൊക്കെ പഠിക്കുകയാണോ? മക്കള് പഠിക്കുകയാണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ പ്രോഗ്രാമിലോട്ട്? ആദ്യമായിട്ടാണല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ. ഹിജ്റക്ക് മുൻപായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളെ പൊതുവെ പറയപ്പെടുന്ന പേരെന്താണ്? മനസ്സിലായില്ല. ഹിജ്റയ്ക്ക് മുൻപായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളെ പൊതുവെ പറയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻസ് പറയാം. മദനിയ, മക്കിയ, മുസബ്ബിഹാത്ത്. അറിയോ? ഉറപ്പാണോ? പെട്ടെന്ന് പറഞ്ഞല്ലോ, ആലോചിച്ചൊന്നുമില്ലേ? ഒറ്റയ്ക്കാണോ സെലക്ട് ചെയ്യുന്നേ? ഒറ്റയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹിജ്റയ്ക്ക് മുൻപായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളെ പൊതുവെ പറയപ്പെടുന്ന പേരെന്താണ്? മദനിയ, മക്കിയ, മുസബ്ബിഹാത്ത്. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കി. ഉറപ്പാണോ? ഉറപ്പിക്കട്ടെ? ഓക്കെ. മക്കി ശരിയായിട്ടുള്ള ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ശരിയാക്കിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോ റംലാനായിട്ട് എന്തൊക്കെയാ പരിപാടി? റമലാനായിട്ട് എന്താ പരിപാടി? റമലാനിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങലും ഒരിക്കലൊക്കെ. റമലാനിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? ഇബാദത്ത് ചെയ്യണം, കുറെ പ്രാർത്ഥിക്കണം അല്ലേ? അതാണ് ഏറ്റവും ഇഷ്ടം ചെയ്യാനായിട്ട്. ഹത്തും തീർക്കാനല്ലേ? മാഷാ അല്ലാഹ്. ഒക്കെ നടക്കട്ടെ. നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്വാലിഹ് അലൈഹിസ്സലാം നിയോഗിതനായ ഏത് സമൂഹത്തിലേക്കാണ് സമൂദ് ഗോത്രത്തിലേക്ക് പരീക്ഷണമായി അള്ളാഹു എന്തിനെയാണ് ഇറക്കിയത്? സ്വാലിഹ് അലൈഹിസ്സലാം നിയോഗിതനായത് ഏത് സമൂഹത്തിലേക്കാണ്? ആ സമൂഹത്തിന്റെ പേരറിയോ? സ്വാലിഹ് അലൈഹിസ്സലാം നിയോഗിതനായത് ഏത് സമൂഹത്തിലേക്കാണ്? അല്ല, ഏത് സമൂഹത്തിലേക്കാണ്? അതിൽ ക്വസ്റ്റ്യൻ അതല്ല. ആ സമൂഹത്തിന്റെ പേരറിയോ? സ്വാലിഹ് അലൈഹിസ്സലാം നിയോഗിതനായ സമൂഹം സമൂദ് ഗോത്രമാണ്. ഓക്കെ. അപ്പൊ ഈ സമൂദ് ഗോത്രത്തിലേക്ക് ചോദ്യം ഇതാണ്,
ഈ സമൂദ് ഗോത്രത്തിലേക്ക് പരീക്ഷണമായി അള്ളാഹു എന്തിനെയാണ് ഇറക്കിയത്? ചോദ്യം മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമോ? സ്വാലിഹ് അലൈഹി ഇസ്ലാം നിയോഗിതനായ സമൂഹത്തിന്റെ പേരാണ് സമൂദ് ഗോത്രം. ഓക്കെ. അപ്പൊ ഈ സമൂദ് ഗോത്രത്തിലേക്ക് പരീക്ഷണമായി അള്ളാഹു എന്തിനെയാണ് ഇറക്കിയത്? ഒരു സംഭവത്തെ ഇറക്കിയിട്ടുണ്ട്. അത് എന്തിനെയാണ്? ദജ്ജാലോ? നമ്മള് ഇസ്ലാം എന്ന് ആലോചിക്കുമ്പോ തന്നെ ഈ മൃഗത്തിന്റെ പേരാണ് നമുക്ക് മൈൻഡിൽ വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്താന്നുള്ളത്. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു ഇറക്കിയ, പരീക്ഷണമായി ഇറക്കിയ ആ മൃഗം ഏതാണ്? അറിയില്ല, പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഏതാണ്? ഓ, അങ്ങോട്ടൊന്നും പോണ്ട, ഇതൊരു മൃഗാണ്. ഇപ്പൊ കുതിര എന്നൊക്കെ പറഞ്ഞ പോലെ മൃഗാണ്. ഓക്കെ, എന്തായാലും ഞാൻ ശരി ഉത്തരം പറയട്ടെ. ഒട്ടകാണ്. എത്രയും എളുപ്പമുള്ളൊരു ഉത്തരായിരുന്നു. എന്താ കിട്ടാതിരുന്നത്? ഓക്കെ ശരി, കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ, എന്തായാലും റംലാനൊക്കെ ഉഷാറാക്കുക. ഓക്കെ, റംലാൻ മുബാറക്. അസ്സലാമു അലൈക്കും. അപ്പൊ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആര്? ജാസ്മിനോ? ആരാണ്? നെഹന. എവിടുന്നാ വിളിക്കണേ? അന്നാരെന്നാണ് വിളിക്കുന്നത്. നെഹന എന്ത് ചെയ്യുന്നു? പഠിക്കാണോ, ജോലി ചെയ്യാണോ, എന്താ ചെയ്യുന്നേ? പഠിക്കാണ്. എന്താ പഠിക്കണേ? ഏതിനാ? ഓ, +1 എത്തിയിട്ടുള്ളൂ. അപ്പൊ നെഹന ചെറിയ കുട്ടിയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് നെഹനയുടെ? ഹലോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയത്തി ഉണ്ട്. ഓക്കെ, അപ്പോ റെഡി ആയിട്ടിരിക്കുകയാണോ ചോദ്യങ്ങൾക്കായിട്ട്? ഒന്ന് പെട്ടെന്ന് ചോദ്യം ചോദിച്ചു കിട്ടിയാ മതി അല്ലേ? ആദ്യമായിട്ടാണോ ഈ പ്രോഗ്രാമിലോട്ട് വിളിക്കുന്നത്? ആദ്യമായിട്ട് വിളിക്കുകയാണോ പ്രോഗ്രാമിലോട്ട്? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ? റെഡി അല്ലേ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സമകാലികനായിരുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ പേരാണ് പറയേണ്ടത്. ഓപ്ഷൻസ്: ലൂത്ത് അലൈഹി ഇസ്ലാം, ഇദ്രീസ് അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം. ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സമകാലികനായിരുന്ന ഒരു പ്രവാചകൻ. ലൂത്ത് അലൈഹി ഇസ്ലാം, ഇദ്രീസ് അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം. അറിയോ? ഏതാണ്? ദാവൂദോ? ലൂത്ത് അലൈഹി ഇസ്ലാം, ഇദ്രീസ് അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം. ആരാണ് അടുത്ത? ആരെ ഹെൽപ്പ് ചെയ്യാനുള്ളത്? ആരാ ആൻസർ പറഞ്ഞു തരണേ? ഹലോ. ഉത്തരം ഏതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏത്? ലൂത്ത് അലൈഹി ഇസ്ലാം, ഇദ്രീസ് അലൈഹി ഇസ്ലാം ആൻഡ് ദാവൂദ് അലൈഹി ഇസ്ലാം. ഈ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഏതാണ്? നൂഹോ? ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ലൂത്ത് അലൈഹി ഇസ്ലാം, ഇദ്രീസ് അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം. ലൂത്ത് അലൈഹി ഇസ്ലാം ആണോ ഉദ്ദേശിച്ചത്?
ലൂത്ത് അലൈഹിസ്സലാം. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? ആരാണ് ആൻസർ പറഞ്ഞു തന്നത്? ഹലോ, ഹലോ, ആരാണ് ഉത്തരം പറഞ്ഞു തരുന്നത്? ആരാണ്? ഉമ്മയാണോ സിസ്റ്റർ ആണോ? ആരാണ്? ഉമ്മയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ലൂത്ത് അലൈഹി ഇസ്ലാം ആണ് ഉറപ്പിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരാണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ ഓക്കെ, ഹാപ്പി ആണോ? എന്തൊരു ഉഷാറില്ലാത്തത്? ഒരു ഉഷാറില്ലല്ലോ. ഹാപ്പി അല്ലേ? അവിടെ വേറെന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇതിന്റെ ഇടയിൽ? വേറെന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ ഓക്കെ, എന്നാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അസ്ഹാബുൽ കഹ്ഫ് അഥവാ ഗുഹാനിവാസികൾ ഏത് പ്രവാചകന്റെ വേദഗ്രന്ഥമാണ് പിൻപറ്റിയിരുന്നത്? ചോദ്യം മനസ്സിലായോ? അസ്ഹാബുൽ കഹ്ഫ് അഥവാ ഗുഹാനിവാസികൾ ഏത് പ്രവാചകന്റെ വേദഗ്രന്ഥമാണ് പിൻപറ്റിയിരുന്നത്? ക്ലൂ വേണോ? ഇസ്രായേലികൾക്കിടയിലേക്ക് നിയോഗിതനായ ഒരു പ്രവാചകനാണിത്. ഒരു ക്ലൂ കൂടി തരാം. ഇസ്രായേലികൾക്കിടയിലേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണിത്. ഇനി പറയാൻ പറ്റില്ലേ? ഹലോ, ആലോചിക്കാണോ? രണ്ടുപേരും കൂടി ഡിസ്കഷനിലാണോ? ഹലോ, ചോദ്യം മനസ്സിലായോ? അപ്പൊ എന്താണ് ആൻസർ? എന്താണ്? എന്താണ്? ഹലോ, ഏതാണ് ഉത്തരം? പറയൂ. ഏതാണ് പ്രവാചകൻ? ഏതാണ് കിട്ടിയത്? ഫൈനലി ഏതിലോട്ടാണ് എത്തിച്ചേർന്നത്? പറയൂ. ഏതാണ്? കേക്കുന്നില്ല പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ കാര്യം? ഹലോ, ഉറപ്പാണോ? ഉറപ്പിക്കട്ടെ? എന്നാ റോങ് ആൻസർ ആണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ആണ്. കുഴപ്പമില്ല, അടുത്തതിൽ നമുക്ക് നോക്കാം. ഒന്ന് ശരിയായല്ലോ. 3 ശരിയാക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ സാറില്ല, നമുക്ക് അടുത്ത അവസരം നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കുക പ്രോഗ്രാമിലോട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ റംലാൻ മുബാറക്. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹല എവിടുന്നാണ് വിളിക്കുന്നത്? ബി പി അങ്ങാടി എന്നാണ്. ഓക്കെ, ഷഹല എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? എന്താ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ? 8-ലോ? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ബോയ്സിലാണല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ഷഹലയുടെ? വല്യമ്മ. അപ്പോ ഷഹല ചെറിയ മോളാണ് വീട്ടിലത്തെ. ഓക്കെ, അപ്പോ എന്താണ് റംലാൻ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? ഹലോ, നോമ്പൊക്കെ ഫുൾ എടുക്കുവോ? ഹലോ, കേക്കണില്ലേ? ഷഹല നോമ്പൊക്കെ ഫുൾ എടുക്കാറുണ്ടോ?
ആ വേറെന്താണ് റംലാനായിട്ട് പ്ലാനിങ്സ് ഒക്കെ? ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കട്ടെ, റെഡി അല്ലേ? ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഖുറാനിൽ റൂഹുൽ അമീൻ എന്ന് പേര് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഓപ്ഷൻസ് പറയാം. മുഹമ്മദ് നബിയെ, മലക്ക് ജിബ്രീലിനെ, ആദം നബിയെ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഖുറാനിൽ റൂഹുൽ അമീൻ എന്ന് പേര് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഓപ്ഷൻസ്: മുഹമ്മദ് നബിയെ, മലക്ക് ജിബ്രീലിനെ, ആദം നബിയെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേ. അടുത്ത ആരാ ഉള്ളേ? ഉമ്മയുണ്ടോ? ആ, എലീമാനോടൊന്ന് ചോദിച്ചു നോക്കിയേ, രണ്ടാളും കൂടി പറയൂ. പെട്ടെന്ന് പെട്ടെന്ന്, ഓപ്ഷൻസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യൂ. ഓപ്ഷൻസ്: മുഹമ്മദ് നബിയെ, മലക്ക് ജിബ്രീലിനെ, ആദം നബിയെ. റൂഹുൽ അമീൻ എന്ന പേര് പറഞ്ഞത് കേട്ടോ, ഖുർആനിൽ റൂഹുൽ അമീൻ എന്ന് പേര് പറഞ്ഞത് ആരെ കുറിച്ചാണ്? മുഹമ്മദ് നബി, മലക്ക് ജിബ്രീൽ, ആദം നബി. മലക്ക് ജിബ്രീൽ. ഉറപ്പാണോ? ഉറപ്പിക്കട്ടെ? എളിമ പറഞ്ഞു തന്നു, ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പോ മലക്ക് ജിബ്രീൽ ശരിയായിട്ടുള്ള ഉത്തരാണ്. സന്തോഷായോ? ആ, വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ശരിയാവുന്ന്? ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് സന്ദർശന വേളയിൽ ത്വായിഫ് നിവാസികളാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട സന്ദർഭം, ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്തിരി നൽകി ആശ്വസിപ്പിച്ച തോട്ടക്കാരന്റെ പേരെന്താണ്? ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായോ? ഇതിന് ഓപ്ഷൻസ് ഇല്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് സന്ദർശന വേളയിൽ ത്വായിഫ് നിവാസികളാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട സന്ദർഭം. ഓക്കെ, അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയ തോട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തോട്ടത്തിൽ അഭയം തേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്തിരി നൽകി ആശ്വസിപ്പിച്ച ആ തോട്ടക്കാരൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ക്ലൂ വേണോ? ക്ലൂ പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ പേരിൽ ആ തോട്ടം നിന്ന ഭാഗത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ആ മനുഷ്യൻ്റെ പേര് വെച്ചിട്ട്. ഒരു ക്ലൂ കൂടി തരാം. ആ എന്നാണ് തുടങ്ങുന്നത്, ആ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അറിയോ? കിട്ടുവോ? കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു സംഭവം? എന്ത്? അക്സേ? അക്സ ഉറപ്പിക്കുകയാണോ? ഉറപ്പാണോ? കറക്കി കുത്തിയതാണോ? ഓക്കെ, അപ്പൊ അക്സ ഉറപ്പിക്കുകയാണ്. ഹലോ 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 പെട്ടെന്ന് പറയണോ? ഉറപ്പിക്കുകയാണോ? ഓക്കെ, അക്സ, മസ്ജിദ് അക്സ അല്ല, അദ്ദാസ് ആണ്. അദ്ദാസ് കേട്ടിട്ടുണ്ടോ? അതാണ് തോട്ടക്കാരന്റെ പേര്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത അവസരത്തിൽ നോക്കാലോ. ഇനിയും വിളിക്കാം. ഓക്കെ,
ആ ഓക്കെ, അപ്പോൾ ഇനിയും പ്രിപ്പയർഡ് ആയിട്ട് വിളിക്കുക. എന്തായാലും ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്തു, ഒരുപാട് സന്തോഷം. അപ്പോൾ റംലാനൊക്കെ നന്നായിട്ട് പോട്ടെ. ഓക്കെ ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അപ്പോൾ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റമലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹാഷിമ, ഹാഷിമ എവിടുന്നാ വിളിക്കണേ? വൈലത്തൂര്. വൈലത്തൂരിൽ നിന്നാണ്. ഹാഷിമ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? കുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. അതെ, ആ, ഏത് 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിലാണല്ലേ? ഏത് സ്കൂളിലാ? AMUPS അരീക്കാട്. അരീക്കാട്. ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്? ഉമ്മ, 2 താത്താരി, ഞാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടോ? അടുത്തെല്ലാവരും ഉണ്ടോ? അതോ ഒറ്റയ്ക്കാണോ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ പോകുന്നത്? ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കാണ്. അപ്പൊ സ്മാർട്ടാണ് അല്ലേ? സ്മാർട്ട് അല്ലേ ഹാഷിമ? ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ ആൻസർ ചെയ്യാൻ? ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം വായിക്കാൻ പോവാണ്. ഇസ്ലാമിന് വേണ്ടി ഷഹീദായ അല്ലെങ്കിൽ രക്തസാക്ഷികളായ അനേകം മഹാന്മാരും മഹദികളും ഉണ്ട് അല്ലേ? നമുക്കറിയാം. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഒന്നും വേണ്ട, ഓപ്ഷൻസ് പറയാം. ഓക്കെ ഓക്കെ, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബിൻത്ത് ഖത്താബ് റളിയല്ലാഹു അൻഹു. സുമയ്യ റളിയല്ലാഹു അൻഹു നേരത്തെ അറിയായിരുന്നു അല്ലേ? ഉറപ്പാണ്, സംശയം ഒന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ സുമയ്യ റളിയല്ലാഹു അൻഹു ഇസ് ദ റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഹാഷിമ, പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടുവോ? ചിത്രം വരയ്ക്കോ? എന്താണ് എക്സ്ട്രാ ടാലൻസ് ആയിട്ടുള്ള? ഞാൻ പാട്ട് പാടുന്ന എങ്ങനെ അറിയാം? ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. എനിക്കത് മനസ്സിലാവേ ശബ്ദം കേൾക്കുമ്പോ. ആ, പാട്ട് പാടുവോ? ആഹാ, എന്നൊരു പാട്ട് പാടൂ, കേക്കട്ടെ. ഒരു മാപ്പിള പാട്ട് തന്നെ ആയിക്കോട്ടെ, റംലാനൊക്കെ ആയിട്ട്. പാടുന്നു ജനക്കൊട്ടിയതെങ്കിലും ഉദയനടുക്കുന്നു ലക്ഷ്യം നീലാഹിന്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ടിച്ച പൊതി നടക്കും ഉള്ള തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോത്ത് രസിച്ച് പതിമക്ക തടുത്തിരുന്നേ കബിൽ ഉദിപേറ്റ് നടത്തിരുന്നേ കൽബിൽ പെരുത്ത മുഖത്തോടെ ഒരുത്തനെ തേടി മിണ്ടാനേ മിണ്ടാനേ ഗുണം പൂണ്ടാനേ. അടിപൊളി, മാഷാഅല്ലാഹ്, എന്ത് രസമായിട്ടാണ് പാടിയിട്ടുള്ളത്. പാട്ട് പഠിച്ചിട്ടുണ്ടാ? പഠിക്കുന്നൊന്നുമില്ല. ആ, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും ഹാഷിമയുടെ പാട്ട്. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാണ് ടാലന്റ് ആയിട്ടുള്ളത്? ഡാൻസ് ഒക്കെ കളിക്കോ? ഡാൻസ് ഒക്കെ ചെയ്യോ? റമലാനായിട്ട് എന്തൊക്കെയാണ് പരിപാടി? എന്തൊക്കെയാണ് ഹാഷിമയുടെ? അങ്ങനെ പരിപാടിയൊന്നുമില്ല. നോമ്പ് എടുക്കും, പിന്നെ സ്കൂളിൽ എക്സാം ആയതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ആവും കൂടുതൽ. ഓക്കെ, നോമ്പൊക്കെ ഫുള്ള് എടുക്കും? പറ്റുന്ന അത്ര എടുക്കും. അപ്പൊ നോമ്പും എക്സാംസും ഒക്കെ കൂടി ആയിട്ട് മുന്നോട്ട് പോവാണല്ലേ? ഓക്കെ, ഗുഡ് ഗേൾ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡി അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിന് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ഇതാണ്. പല പ്രവാചകന്മാർക്കും അപരനാമങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം അല്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് ആദം നബിയുടെ അപരനാമം എന്താണ്? അബുൽ ബഷർ ആണ്. ഓക്കെ, അപ്പോ അതുപോലെ അബ്ദുൽ ഖാസിം എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകൻ ആരാണ്?
അബ്ദുൽ ഖാസിം എന്ന അപര നാമമുള്ള പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബി ആണോ? അറിയായിരുന്നോ? ഉറപ്പാണോ? ഉറപ്പിച്ച്. ഉറപ്പാണ്. ആരാ പറഞ്ഞു തന്നത്? ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്ന് ആലോചിച്ചതാ. ശരി, ഓക്കെ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞ ആൻസർ. ശരിയാണ്, ശരിയായിട്ടുള്ള ഉത്തരാണ് കേട്ടോ. കൺഗ്രാറ്റ്സ് അഗൈൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു 2 ചോദ്യങ്ങളും ശരിയാക്കിയപ്പോ? ഇനി അടുത്തത് കിട്ടുമോ? വളരെ സന്തോഷം തോന്നുന്നു. അപ്പൊ അടുത്തും കൂടി ശരിയാക്കിയ ഗിഫ്റ്റ് ആണ് കിട്ടാൻ പോകുന്നത് ആഷിമയ്ക്ക്. അപ്പൊ അടുത്ത എന്താണ്? എന്ത് ഗിഫ്റ്റ് ആവുന്നുള്ളത് വീട്ടിലെത്തുമ്പോ മനസ്സിലാവും. സർപ്രൈസ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ? അത് മനസ്സിലാവുന്നുണ്ട് സംസാരത്തിന്ന്. ഒരു ക്വസ്റ്റ്യനും കൂടി ശരിയാക്കണം. നമുക്ക് നോക്കാം ശരിയാവുമെന്ന്. ഓക്കെ, ഇനി ശരിയായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനിയും വിളിക്കാലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂറത്ത് യൂസുഫിന് പുറമെ ഖുറാനിലെ എത്ര സൂറത്തുകളിൽ യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്? സൂറത്ത് യൂസുഫിന് പുറമെ എത്ര സൂറത്തുകളിൽ യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്? ഓപ്ഷൻസ് ഒന്ന് പറയാമോ? ഓപ്ഷൻസ് ഇല്ല, ഇതിന് ഓപ്ഷൻസ് തരാൻ പറ്റില്ല. ഇത് 3rd ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, സൂറത്ത് യൂസഫിന് പുറമെ ഖുറാനിലെ എത്ര സൂറത്തുകളിൽ യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്? മറ്റൊരു സൂറത്തിലും പ്രതിപാദിക്കുന്നില്ല. അതെന്താ? യൂസഫിൽ മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ? ശരി, ഉറപ്പാണ്? ഉറപ്പാണ്. അതെന്താ ഉറപ്പ്? ഖുറാനൊക്കെ ഓതാറുണ്ടാ? നന്നായിട്ട് ഓതുവോ? മദ്രസയിൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടാ? പങ്കെടുക്കാറുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ശരി ആണോ അല്ലയോ എന്ത് തോന്നുന്നു? ശരി ഉത്തരാണോ? ശരിയാണോ തെറ്റാണോ നല്ല സംശയമുണ്ട്. ശരിയാണ്, ശരി ഉത്തരാണ്, ഇനി സംശയിക്കണ്ട. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ 3 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഹാഷിമ വിചാരിച്ച പോലൊന്നുമില്ല, നല്ല മിടുക്കി കുട്ടിയാണല്ലോ. ആരാണ് ഇതിന്റെയൊക്കെ ബാക്കില്? ഉമ്മയാണോ ഉപ്പയാണോ? ആരാണ് ഒക്കെ പറഞ്ഞു തരാറുള്ളത്, ഒക്കെ പഠിപ്പിച്ചു തരാറുള്ളത്? ഭയങ്കര സപ്പോർട്ടാണല്ലേ? അപ്പൊ ഇനിയും അവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. നന്നായിട്ടിരിക്കുക. റംസാനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് ഈ മന്ത് യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇനിയും വിളിക്കണം പ്രോഗ്രാമിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സിൻസിയർ ഹോം വേൾഡ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം വീട്ടിലെത്തുന്നതാണ് കേട്ടോ. ഓക്കെ, ഹാപ്പി അല്ലേ? എത്ര ഹാപ്പിയാണ്? ഭയങ്കര ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ വിജയി ഹാഷിമ വൈലത്തൂരാണ്. മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളെയും പിന്നിലാക്കിക്കൊണ്ട് ഈ 5ാം ക്ലാസ്സുകാരിയാണ് ഇന്ന് വിജയിയായിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര മിടുക്കിയായിട്ട് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മിടുക്കിയെ കാത്തിരിക്കുന്നത് ചങ്ങരകുളം സിൻസിയർ ഹോം വേൾഡിൻ്റെ ആകർഷകമായ സമ്മാനമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.